ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഇന്ന് പാർലമെന്റിൽ വിദേശമന്ത്രി ജയശങ്കർ നടത്തിയ പ്രസ്താവന അതെടുത്ത് നോക്കുമ്പോൾ ഇതിൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് രാജ്യത്ത്, ഒപ്പം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രവാസി ഇന്ത്യക്കാരുടെ സുരക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും, ഈ വാഗ്ദാനങ്ങൾ രണ്ടും, ഇത് ജനങ്ങളെ ഒരാശങ്കയുണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ളതല്ലേ? അതല്ലാതെ ഇത് പൂർണ്ണമായിട്ടും ആശങ്ക ഒഴിഞ്ഞ ഒരു നാളുകൾ അല്ലല്ലോ, അത് തീർത്തും പറയാമല്ലോ. അതെ, ഞാൻ തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യമായിട്ട് ഇത്തരം ഈ വിഷയം എടുത്തതിൽ പ്രത്യേകം ഞാൻ ന്യൂസ് 8-നെ അഭിനന്ദിക്കുകയാണ്. കാരണം യുദ്ധം ആഗോള യുദ്ധമാണ്, അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന യുദ്ധമാണെങ്കിലും ഇതുമായി പരോക്ഷമായിട്ടെങ്കിലും ഭാരതത്തിന് വലിയൊരു വെല്ലുവിളി ഉയരുന്നുണ്ട്. 1 കോടിയോളം പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇനിയാണ് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിന് കാര്യമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു നിലപാടെടുക്കുകയും നയമുണ്ടാക്കുകയും അതോടൊപ്പമുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്ന് പാർലമെൻറ്റിൽ മന്ത്രി ജയശങ്കർ പറയുന്നത് നേരെ കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ബഹളമായിരുന്നു. അത് രാവിലെ സ്പീക്കറിനെതിരെയുള്ള അവിശ്വാസ പ്രമേയമായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു മന്ത്രിക്ക് പറയേണ്ടി വന്നത്. മന്ത്രി ഹ്രസ്വമായിട്ടേ പറഞ്ഞുള്ളൂ. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് ഊർജ്ജ സുരക്ഷയും മാനുഷിക സുരക്ഷയ്ക്കും നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത്. നല്ലതങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ, അത്രയും പറയാൻ പറ്റും. പക്ഷെ അതുകൊണ്ടായില്ല, നമുക്കൊരു പോളിസി വേണം ഇക്കാര്യത്തിൽ. ഇതിൽ ഭാരതത്തിന് തന്നെ മീഡിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് സ്റ്റേക്കിലാണ്, നമ്മൾക്ക് പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാനോടും ഇടപെട്ട് ഇതൊന്ന് മധ്യസ്ഥം വഹിച്ചാലും തെറ്റില്ല, നമുക്കിത് യുദ്ധം അവസാനിപ്പിച്ചേ പറ്റൂ. ഇന്ത്യ സൈലൻറ്റിലായി പോകുന്നുണ്ട്. അതെ, ഇന്ത്യ സൈലൻറ്റിലായി പോകുന്നു, സൈഡ് ലൈൻഡായി പോകുന്നു. നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, എക്കാലവും ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിയിരുന്ന ഒരു വിദേശ നയമുള്ള രാജ്യം ഇത് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കണം. അതോടൊപ്പം ലോകമെമ്പാടും വിലക്കയറ്റം, ഇവിടെ ജോൺ പറഞ്ഞതുപോലെ ലോകമെമ്പാടും വലിയൊരു വിലക്കയറ്റത്തിന് ഊർജ്ജ പ്രതിസന്ധിക്കും തയ്യാറെടുക്കുകയാണ്. അപ്പോൾ പരോക്ഷമായിട്ടും വിലക്കയറ്റവും ബാക്കി പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇന്നലെയൊക്കെ ഗൾഫിൽ കേട്ടത് വിലക്കയറ്റം അങ്ങേയറ്റം കൂടിയെന്നാണ് പറയുന്നത്. രാജ്യത്ത് പാചകവാതക ക്ഷാമം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, നമ്മുടെ രാജ്യത്ത് പാചകവാതത്തെയാണല്ലോ. അതെ, അപ്പോൾ ചുരുക്കത്തിൽ ലോകത്തെല്ലായിടത്തും വിലക്കയറ്റം വരും, നാണയപ്പെരുപ്പം വരും, ഊർജ്ജ പ്രതിസന്ധി വരും. അപ്പോൾ ആഗോള പ്രതിസന്ധി ഉണ്ടാവുകയാണ് ഈ ലക്ഷ്യമില്ലാത്ത ഒരു യുദ്ധത്തിൽ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നും പ്രസിഡന്റ് ട്രംപിനെ പോലൊരാൾ എടുക്കുന്ന നിലപാട്, അടുത്ത ഖമേനിയെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അതൊന്നും അവസാനിക്കുന്ന കാര്യമല്ല. വീണ്ടും വീണ്ടും അടുത്ത ആൾക്കാരെടുത്തു കൊടുത്ത് ഇതിനൊരു അവസാനം വേണം. 10 ദിവസത്തിനിടയിൽ തന്നെ ലോകത്ത് ഒരുപാട് അപകടങ്ങളുണ്ടായി. യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ എങ്ങനെ പോകുമെന്ന് അറിഞ്ഞുകൂടാ. പഴയകാലത്ത് വിയറ്റ്നാമിലും ഒക്കെ പരിശ്രമിച്ചിട്ട് എത്രത്തോളം നേടിയെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളുണ്ട്. കരയുദ്ധത്തിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിലാണ് ഇറാൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ. അതുകൊണ്ട് യുദ്ധമല്ല പോംവഴി എന്നുള്ളതാണ് ഈ സമയത്ത് പറയേണ്ടത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.